കഴിക്കാനൊക്കെ സന്തതി ഉണ്ടാവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ശിവനെ തപസ് ചെയ്തിരുന്നു. ആരെയാണ് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹവും ഉണ്ടാവാൻ പ്രാർത്ഥിക്കേണ്ടതല്ലേ, ധ്യാനിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് സാക്ഷാൽ ജഗദംബികയാണ് സർവത്തിനും ആധാരമായിട്ടുള്ളത് എന്നിവിടെ പറയുന്നുണ്ട്. ബ്രഹ്മാ വിഷ്ണു കരന്മാരെയെല്ലാം സൃഷ്ടിച്ചത് ഭഗവതിയാണ്. ഭഗവതിയിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവം. ആധാരശക്തി എന്ന് പറയുന്നത് തന്നെ ഭഗവതിയാണ്. അപ്പോൾ ആ ആധാരശക്തിയായിരിക്കുന്ന ഭഗവതിയാണ് ധ്യാനിക്കേണ്ടത് സർവവിധമായ ഫലത്തിനും. പക്ഷേ സന്തതി ഉണ്ടാവാൻ ശിവനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. അങ്ങനെ ശിവനെ പ്രാർത്ഥിച്ച് വരമൊക്കെ നേടി ജ്ഞാനിയായിരിക്കുന്ന ഒരു പുത്രനുണ്ടാവും. ശിവനെ ഭജിച്ചുള്ള ഗുണം എന്താ വെച്ചാൽ ജ്ഞാനമുണ്ടാവുന്ന. നമ്മളെല്ലാം സംഹാരരുദ്രനായിട്ട് അല്ലെങ്കിൽ സംഹാരമൂർത്തിയായിട്ട് പറയുന്ന ഒരാളാണ് ആര്? ശിവൻ അല്ലേ? സത്യത്തിൽ ശിവനല്ല സംഹാരമൂർത്തി, രുദ്രനാണ്, സംഹാരരുദ്രനാണ്. ശിവൻ എന്ന് പറയുന്ന സ്വരൂപത്തെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാനോ അറിയുവാനോ സാധ്യമാവില്ല എന്നുള്ളതാണ് സത്യം. ശിവം എന്ന് പറഞ്ഞാൽ തന്നെ മംഗളം എന്നർത്ഥം. അപ്പോൾ ആ മംഗളങ്ങളെ അരുളുന്നവരാണ് ശിവൻ. അദ്ദേഹം ഒരിക്കലും സംഹാരമൂർത്തിയല്ല. ഇനി അഥവാ തന്നെ ഈ സംഹാര സ്വരൂപമായിട്ട് വരണത് എവിടെയാണ്? തൻ്റെ മൂന്നാമത്തെ കണ്ണ് തുറക്കുക അല്ലേ? ഇങ്ങനെയല്ലേ പറയുക? മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ എല്ലാം സംഹാരമാണ്. ഇവിടെ മൂന്നാമത്തെ കണ്ണിരിക്കുന്നത് നെറ്റിയിലാണ് അല്ലേ? നെറ്റിയുടെ ഏത് ഭാഗത്താണ്? ഈ ഭാഗത്താണ്. ഒരെണ്ണം പുറകിൽ വെച്ചാൽ പോരുന്നത്, രണ്ടെണ്ണം മുമ്പോട്ടുണ്ടായിരുന്നു, ഒരെണ്ണം പുറകിലേക്ക് വെച്ചാൽ പോരുന്നത്, പുറകു വശത്തുള്ളതൊക്കെ കാണാനായിട്ട്. ഇതിനകത്ത് ഇവിടെ തന്നെ കൊണ്ട് വെച്ചേ. അത് നമ്മുടെ സങ്കല്പപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി പ്രകാരം ആജ്ഞാചക്രം എന്ന് പറയും. അവിടെ ജ്ഞാനത്തിന്റെ സ്വരൂപമാണെന്ന് അറിയാം, ജ്ഞാനഭാഗമാണ്. അതുകൊണ്ടാണ് മൂന്നാമത്തെ കണ്ണിൽ നിന്നുണ്ടാകുന്ന അഗ്നി ജ്ഞാനാഗ്നിയാണ്. അഗ്നി വിവിധങ്ങളായ തരത്തിലുണ്ട്. അത് ജ്ഞാനാഗ്നിയാണ്. അതുകൊണ്ട് ആ ജ്ഞാനാഗ്നി ആകുമ്പോഴാണ് പറയുക അറിവാണ് അഗ്നി എന്ന് പറയണത്. കാരണം അതുകൊണ്ട് സംഹരിക്കാൻ പറ്റും. ഒരാൾക്ക് വേണമെങ്കിൽ ഒരാളെ വാക്കുകൾ കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയും. ഇല്ലേ? കഴിയില്ലേ? കണ്ടതല്ലേ നമ്മള്? നിങ്ങളാരും കണ്ടില്ലേ? അപ്പോൾ വാക്കുകൾ കൊണ്ട് ഒരാളെ ഇല്ലാതെയാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വാക്കിന് മൂർച്ചയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെയും എന്തും ആ വാക്കുകൾ കൊണ്ട് ചെയ്യാൻ സാധ്യമാവും. അപ്പോ അഗ്നി എന്ന് പറയുന്നത് അറിവാണ്. എങ്ങനെയുള്ള അറിവ്? സംശുദ്ധമായ അറിവ്. അഗ്നിയിലുണ്ടാവുന്നതൊന്നും ഉണ്ടാവുന്നതൊന്നും മോശമല്ല, ആണോ? അതുകൊണ്ടാണ് അഗ്നിയിൽ നിന്നുണ്ടായ ആളാണ് ആദിശിവൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മലവും പറ്റിയിരുന്നില്ല എന്നാ. നമുക്കൊക്കെ വന്നപ്പോ എന്തുണ്ടായിരുന്നു? നമ്മളൊക്കെ വന്നപ്പോ എന്തുണ്ടായിരുന്നു? നമ്മുടെയൊക്കെ ദേഹത്ത് അഴുക്കില്ലായിരുന്നോ? മലം പറ്റിയിരുന്നില്ലേ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇതുപോലെ സുന്ദരിക്കുട്ടപ്പിനെ സുന്ദരിക്കുട്ടപ്പിയായിട്ടാണോ ഇങ്ങോട്ട് വന്നേ? എല്ലാം മുഴുവൻ അഴുക്ക് പിടിച്ചാ വന്നേ അല്ലേ? അതിനെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി തന്നുകൊണ്ടാണ് നമ്മൾ കൈ നീട്ടി മേടിച്ചല്ലേ. തിരിഞ്ഞു പോലും നോക്കൂല ആ പരുവത്തിൽ കണ്ടാൽ അല്ലേ? ഇതൊന്നും കണ്ടിട്ടൊന്നും ഇല്ലേ? എന്നാ അങ്ങനെയാ. ഇങ്ങോട്ട് വരുമ്പോ മുഴുവൻ അഴുക്ക് പറ്റിയാ വേണ്ടി. അന്നൊരു പ്രത്യേകത, ഇന്നും അന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ അന്ന് പുറത്ത് മാത്രമേ അഴുക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അകത്തും പുറത്തും അഴുക്ക്. അങ്ങനെ ഒരു കൊണ്ട് അപ്പൊ അഗ്നിയിൽ ശുദ്ധിയായി വരുന്നതിനൊന്നും അഴുക്കില്ല. അതുകൊണ്ടാണ് ശുഗൻ അഴുക്ക് ബാധിച്ചാൽ. അതുകൊണ്ടാണ് പരമജ്ഞാനിയായി തന്നെ ജനിക്കാനുണ്ടായ കാരണം. ഇവിടെ വിവാഹം കഴിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഭാഗവത്തിൽ കിടക്കുമ്പോൾ നമുക്ക് കാണാം. ഐഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷി എന്നാ പറയുക. ശ്രീശുഖ ബ്രഹ്മർഷിയാണ്. ബ്രഹ്മത്തെ പരമമായി അറിഞ്ഞ് അനുഭവിച്ച് അതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നവനായിരുന്നു അവിടെ ശ്രീശുഖ ബ്രഹ്മർഷി. ഭാഗവതത്തിന്റെ പരമലക്ഷ്യം മോക്ഷം മാത്രമാണ്. അവിടെ കർമ്മത്തിന് പ്രാധാന്യമില്ല ഭാഗവതത്തിൽ. പിന്നെ നമ്മൾ ഇന്ന് സപ്താഹത്തിൽ ഓരോ കർമ്മങ്ങൾ ഇങ്ങനെ കൂട്ടി കയറ്റി വെച്ച് ഉള്ളതെല്ലാം ഇല്ലാതാക്കി മാറ്റിയതാണ്.
യജ്ഞം ഭാഗവതം പാരായണം ചെയ്ത് സമർപ്പിക്കുക അല്ലെങ്കിൽ യജ്ഞം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കർമ്മത്തിന് പ്രാധാന്യമേ ഇല്ല, മുക്തിക്ക് മാത്രം. ഭക്തി, ജ്ഞാന, വൈരാഗ്യം ഇതാണ് അവിടെ പ്രാധാന്യം. അതിൽ കൂടി മുക്തി എന്നുള്ളതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. ഇവിടെ എന്നല്ല, ഭുക്തിയും മുക്തിയും രണ്ടും ഉണ്ട്. കർമ്മം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മുക്തി ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്തായി തീരുന്നത്? കർമ്മഠന്മാരായി പോകരുത്. ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ വിട്ടുമാറണം, അതിൽ തന്നെ പിടിച്ചു തൂങ്ങി കിടക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി അല്ലെങ്കിൽ ആ അഗ്നിയിൽ നിന്നുണ്ടായി കഴിഞ്ഞപ്പോഴാണ് തത്ത കൃതാജി എന്ന് പറയുന്ന അപ്സരസനെയാണ് കണ്ടത് ഈ വ്യാസർഷി. തന്നെ ശമിച്ചെങ്കിലോ എന്ന് ഓർത്തിട്ടൊരു തത്തയുടെ രൂപം ധരിച്ച് അവിടെ ഒരു മരക്കൊമ്പിൽ പോയിരുന്നു എന്നാണ് ഈ കൃതാജി. അങ്ങനെ തത്തയെ കണ്ടിരുന്നുകൊണ്ട് അഗ്നിയിൽ നിന്നുണ്ടായവനായതുകൊണ്ട് തന്നെയല്ല, തത്തയുടെ ചുണ്ടുപോലെ ആയിരുന്നു ശുകന്റെ ചുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഒരു പടം കിടപ്പുണ്ട്, ശ്രീശുക ബ്രഹ്മർഷിയുടെ സങ്കല്പത്തിൽ ആരോ വരച്ചിരിക്കുന്നതാണ്. ഇത്രയും ഭാഗം മാത്രം ചുണ്ടിങ്ങനെ തത്തയുടെ ചുണ്ട് പോലെ ഇരിക്കുന്നതായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അങ്ങനെ ഒരു ചിത്രമുണ്ട്. അപ്പൊ എന്തുമായാലും ശുഭത്തിനെ കണ്ടുകൊണ്ടല്ലേ, ശുഭത്തിനോടുള്ള ആ ഒരു സാമീപ്യം കൊണ്ട് അങ്ങനെ ഉണ്ടായതുകൊണ്ട് ശുഗൻ എന്ന് പേരിട്ടു. ഈ ശുഗത്തിന് ഒരു പ്രത്യേക, ശുഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? എന്താണ് ശുഗം? തത്തയാണ്. തത്തയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? തത്തയുടെ പ്രത്യേകത തത്ത കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? തുറന്നു വിട്ടാ പറന്നു പോകും, അല്ലാതെ പോയാലും പറന്നു പോകും. തുറന്നു വിട്ടാ പറന്നു പോകും, നല്ല തത്തയുടെ പ്രത്യേകത. തത്ത എപ്പോഴും പക്വമായ ഫലം മാത്രമേ ഭുജിക്കൂ. പണ്ട് കാലത്ത് ഈ പയറിന്റെയൊക്കെ കൃഷി ചെയ്തിട്ടില്ലേ? ഉണ്ടോ? പയറ് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടോ വീട്ടിൽ? അന്നേരം തത്ത വരില്ലേ അവിടെ? ചില പയറ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള സർവ പയറുമണി അത് കൊത്തി തിന്നും, ഇല്ലേ? ചിലതിൽ ഒരു കൊത്തി ഒന്ന് പൊളിച്ചു വെച്ചാൽ ഇട്ട് വെച്ചൊക്കെ പോകും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? എന്താ ഈ ചില പയറിൽ ഒരു കൊത്തി ഒരു മണി എടുത്ത് കളഞ്ഞിട്ട് ബാക്കി ഇട്ടേച്ച് വന്നേ? അത് പാകമാകാത്ത മണിയായതുകൊണ്ട്. പക്വമായ ഫലം മാത്രമേ ശുഖം എപ്പോഴും ഭുജിക്കത്തുള്ളൂ, പക്വമല്ലാത്തതൊന്നും ഭുജിക്കും. അതാണ് തത്തയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് വെച്ചാൽ ഏതൊന്നാണോ തനിക്ക് സ്വാംശീകരിക്കാനുള്ള വിധത്തിലായിട്ടുള്ളത് അതുപോലെയാവണം നമ്മൾ എന്താ പറഞ്ഞു വരുന്നതിനർത്ഥം. പക്വമായതിനെ മാത്രം, പാകമായതിനെ മാത്രം സ്വാംശീകരിക്കാൻ. ഏതാ പാകപ്പെട്ടത്? ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളല്ല നമുക്ക് പാകപ്പെട്ടത്. നമുക്ക് പാകപ്പെട്ടത് ഏതാ? ജീവൻ മുക്തമാകുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ പാകം. ഒരു മനുഷ്യജന്മത്തിന്റെ പാകം എന്ന് പറയുന്നത് ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോ അതിന് വേണ്ടതായിട്ടുള്ളത് എന്താണോ നമുക്ക് ലഭ്യമാവുന്നത് അതിനെ സ്വാംശീകരിക്കുക എന്നതാണ്. ഹംസം എന്നും പറഞ്ഞ രണ്ട് സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഹംസം. അത് പറയാറുണ്ട്, പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ ചെയ്യും. പാല് മാത്രം കുടിച്ചിട്ട് വെള്ളം അവിടെ വേസ്റ്റ് ആക്കിയിട്ട് വേണം. എങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലും പാല് മാത്രമേ അത് കുടിക്കും. അതിനകത്ത് ചേർന്ന് കിടക്കുന്ന വെള്ളം അവിടെ അതുപോലെ ഇട്ടേക്കും എന്ന് പറയും. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? സത്വമായിരിക്കുന്ന വസ്തുക്കളെ മാത്രമേ, അങ്ങനെ ഹംസം സത്വമായിരിക്കുന്ന വസ്തുക്കളെ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്ന സോഹം എന്ന് പറയുന്നത്. സോഹം സ്രോഹമാണ് എന്തായത്? ഹംസം ആയത്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മള്. സത്തിനെ മാത്രം സ്വീകരിക്കുക. ഹംസത്തെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. സത്തിനെ മാത്രമേ, നല്ലതിനെ മാത്രമേ സ്വീകരിക്കാവൂ. ഇടകലർന്ന് കിടക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് സത്യത്തെ മാത്രം സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് എന്തിനെയാണ്? അസത്യത്തെയാണ്, മിഥ്യയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാപിക്കണം.
അതുകൊണ്ടാണ് നമ്മളെല്ലാം മിഥ്യയിൽപ്പെട്ട് കിടക്കുക, മായയിൽപ്പെട്ട് കിടക്കുന്നവരായതുകൊണ്ടാണ് നമുക്ക് സത്യനെ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് ഈ മായാ പ്രപഞ്ചത്തിൽ പെട്ടുപോയത് കൊണ്ട് സർവത്തിനും കാരണം മായയാണെന്ന്. അതുകൊണ്ട് മായയെ സമാശ്രയിച്ച് മായയിൽ നിന്ന് മുക്തനാവാൻ കഴിയണം ജീവിതത്തിൽ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് എന്താ അഹങ്കാരം വർദ്ധിക്കാൻ കാരണം ആ മായയുടെ പ്രഭാവമാണ്. അതുകൊണ്ടാ ഭഗവാൻ പറയണത് എൻ്റെ മായയെ അത്ര പെട്ടെന്നൊന്നും ആർക്കും ദൂരീകരിച്ച് കളയാനായിട്ട് സാധ്യമാവില്ല. മായയിൽ നിന്ന് രക്ഷപ്പെടുക വളരെ വലിയ പ്രയാസമാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തത്വങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ അത്ര എളുപ്പമൊന്നും അല്ല. ഏത് തരത്തിലായാലും ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ നമ്മൾ പെട്ടുപോകും. ചിലപ്പോൾ എത്ര പേടിയില്ലാതെ വിചാരിച്ചാലും ചിലപ്പോൾ പെട്ടുപോകും. എന്താ കാരണം? ആ മായയുടെ പ്രാഭവം അത്ര വലുതാണ്. ആ മായയുടെ പ്രാഭവം ഉള്ളത് കൊണ്ടാണ് ആത്മസ്വരൂപിയായിരിക്കുന്ന സ്വരൂപത്തെ നമുക്ക്, ഈശ്വരൻ എന്ന സ്വരൂപത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരുന്നതിന്റെ കാരണം. ആ മായയെ തിരിച്ചറിഞ്ഞാൽ, മായയെ പെടാതെ മാറി നിന്നാൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ബോധം നമ്മളിൽ ഉള്ളിൽ കുറയ്ക്കും, അല്ലെങ്കിൽ അതിനെ അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഈ മായ, ഇപ്പോ കൽക്കണ്ടം എടുത്ത് തിന്നാൻ ചെന്നപ്പോഴാണ് അതിന്റെ മോളിൽ മുഴുവൻ എന്തിരിക്കുന്നു? ഉറുമ്പ്. അതുപോലെ എടുത്ത് വായിടാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ഉറുമ്പിനെ എല്ലാം തൂത്ത് വാരി കളഞ്ഞെങ്കിൽ മാത്രമേ ആ കൽക്കണ്ടം അന്നേരം വായി ഇട്ടാലും എന്തിന്റെ ടേസ്റ്റ് ഉണ്ടാവും? ആ ഉറുമ്പിന്റെ ആ ഒരു തിന്നിട്ടില്ലേ? ഈ ഉറുമ്പ് കയറി കൽക്കണ്ടൊന്നും തിന്നിട്ടില്ലേ? തിന്നു നോക്കണം. അപ്പൊ ആ ഉറുമ്പ് വിസർജിക്കുന്ന ഒരു ആസിഡ് ഉണ്ട്. ആസിഡിന്റെ ഒരു രുചി ആദ്യം നാവേല്. അതുപോലെയാണ് ആ ഉറുമ്പെന്ന് പറയുന്നതാണ് മായ. ആ മായയിൽ പെട്ടു പോകുന്നത് കൊണ്ടാണ് കൽക്കണ്ടത്തിന്റെ മധുരം നമുക്ക് അറിയാൻ കഴിയാതെ വരണം. അപ്പൊ ആ മായയെ ദൂരീകരിക്കണം. ദൂരീകരിച്ചാൽ മാത്രമേ യാഥാർത്ഥ്യ സ്വരൂപത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധ്യമാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ സൂതപൗര ശ്രീശുഖ ബ്രഹ്മർഷി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, പുത്ര നീ വിവാഹം കഴിക്കണം. കാരണം ഗാർഹസ്ഥ്യ ധർമ്മത്തിൽ കൂടി വേണം മുൻപോട്ട് കടന്നു പോവാൻ. ഗാർഹസ്ഥ്യം അനുഭവിക്കാതെ പെട്ടെന്ന് സന്യാസിയായാൽ ഉള്ള കുഴപ്പം ചിലപ്പോൾ അധപ്പതിക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും സന്യാസം പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അത് കഴിഞ്ഞേ സന്യാസം സ്വീകരിക്കാവുന്നതാണ്. എന്താ സന്യാസം സ്വീകരിക്കുമ്പോൾ ഇത് സർവസംഗ പരിത്യാഗിയായിട്ട് മാറും. സർവത്തിനെയും ഒന്നുപോലെ കാണാൻ കഴിയണം. സമഭാവത്തില് സർവജീവജാലങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയണം. ധനികനെയും ധനമില്ലാത്തവനെയും പണ്ഡിതനെയും പാമരനെയും എല്ലാം ഒരുപോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. തന്നെയല്ല മറ്റൊന്നിലൊന്നും ചെന്ന് പെടാനും പാടില്ല. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യ ധർമ്മത്തിൽ കൂടി അനുഭവിക്കേണ്ടതിനെ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം വാനപ്രസ്ഥനായി പോയി തന്റെ ഇന്ദ്രിയങ്ങൾ പരിപൂർണമായിട്ടും ഈ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും മുക്തമായി എന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ സന്യാസം എടുക്കാവൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില സ്വാമിമാരെ പോലെ എനിക്ക് കൊണ്ടു നടക്കാമോ അതും വയ്യ, ഊരിക്കളയാമോ അതും വയ്യാതെ ഇട്ടോണ്ട് നടന്നിട്ട് വല്ലടമൊക്കെ പിടിച്ചു കെട്ടി ഇടും. അത് അങ്ങനെ എടുക്കുന്നോണ്ടാ. സന്യാസം പിഴച്ചാൽ സർവസ്വവും പിഴച്ചു എന്നാ. സന്യസ്തനാവുമ്പോ കാഷായം ധരിച്ചുകൊണ്ട് സന്യാസിയാവില്ല. ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളാരും കാഷായം ധരിച്ചിരുന്നില്ല. ഉണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു എന്ന് പറയുന്നത്, കേരളം പ്രാന്താലയമാണെങ്കിലും അവിടെ ഞാൻ കണ്ടു ഒരു യോഗിയെന്ന്. ആരെയാ കണ്ട്? ചിന്മുദ്രയുടെ പൊരുൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു മഹായോഗിയെ കണ്ടു, ചട്ടമ്പി എന്നറിയപ്പെടുന്നവൻ. അദ്ദേഹം കാഷായം ഒന്ന് കൊടുത്തല്ലാണെന്ന് എന്റെ ഉണ്ടാ. കാവ്യ എടുത്തോണ്ട് ആര് വന്നാലും അവരെല്ലാം ആരാന്ന് പറയുന്നേ. ഇപ്പൊ എന്നെ അറിയാത്ത ഇവിടെ നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല എന്ന് വിചാരിക്കുക. ഞാനൊരു കാവ്യ എടുത്ത് ഒരു 4 മാലയൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ നിങ്ങൾ ആരാന്ന് പറയും? താടിയും മുടി എല്ലാം കൂടെ കാണുമ്പോൾ അയ്യോ ഏതാണ്ട് വലിയ ആശ്രമത്തിലെ സ്വാമിയാണ്. ഒരിക്കല് ഒരു സപ്താഹത്തിന് കൊല്ലത്ത് സപ്താഹം നടക്കുക. അപ്പോ എനിക്ക് പൂജ അത്യാവശ്യം ഉപദേശിക്കുന്ന ദയാനന്ദ സരസ്വതി സ്വാമികളാണ് അവിടെ ആചാര്യൻ. ഞാൻ പൗരാണികനായിട്ട് എന്നാ
അപ്പൊ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ 12 മണിയാകുമ്പോഴത്തേക്ക് ഈ കാഷ്യൂ നട്ടിന്റെ ഫാക്ടറിയിലെ അമ്മമാരെ എല്ലാം പറഞ്ഞു വിടും അവിടുത്തെ ജീവനക്കാർ. അവർക്ക് 12:30 ആകുമ്പോൾ ഊണും കഴിഞ്ഞ് തിരിച്ചു കയറണം. അപ്പോൾ ഒരു വരവെന്ന് പറഞ്ഞാൽ ഇതിൽ കടലരച്ച് വരുന്ന പോലെ അവിടുത്തെ എല്ലാ തൊഴിലാളികളും കൂടെ പെടുന്നു. അപ്പം ചെമ്മണ്ണാണ് അവിടെ എല്ലാം. ഇവര് ചൂട് സമയം അവരിങ്ങോട്ടൊരു വരവ് വരുമ്പോഴത്തേക്ക് ഈ പൊടിയെല്ലാം കൂടെ പറന്ന് വെള്ളം കൊണ്ട് കൊടുത്താൽ ഉച്ചയാകുമ്പോഴത്തേക്ക് കാവിയാവും. ഓ ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി ഈ വെള്ളം കൊണ്ട് കൊടുത്താൽ മുതലാവില്ല സ്വാമിജി, കാവി കൊടുത്തോട്ടെ, കാവ് കൊണ്ട് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്താണ് കൊടുത്തോന്നു? അപ്പൊ ഞാൻ എടുത്തേച്ചിങ്ങനെ കാവ് കൊണ്ട് കൊടുത്ത് ഇതുകൊണ്ട് മഞ്ഞ ഷാള് എടുത്തിങ്ങനെ പുതച്ചവിടെ നിൽക്കുമ്പോ സ്വാമിജിയെ അറിയാവുന്ന ഒരു മാതാജി അവിടെ നിൽക്കും, സന്യാസിനിയാണ്. അപ്പൊ താടിയൊക്കെ ഉണ്ട്, മുടിയൊക്കെ ഉണ്ട്. എന്നെ കണ്ടപ്പോ ചോദിച്ചു, നമസ്കാരം, ഹരിയോം. ഞാൻ പറഞ്ഞു ഹരിയോം. എന്നോട് ചോദിച്ചു ഏത് ആശ്രമത്തിൽ നിന്നാ? ഞാൻ പറഞ്ഞു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാ. അതെവിടാ? ഞാൻ പറഞ്ഞു തൃക്കൊടിത്താണെന്താ. സ്വാമിജി പറഞ്ഞു മാതാജി അവൻ സന്യാസിയൊന്നുമില്ല, അവന് 2-3 പിള്ളേരുണ്ട്. പറഞ്ഞു ഞാൻ കണ്ടപ്പോ ഈ വേഷങ്ങളെല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത്രയും അപ്പം അതൊരു 10-35 വയസ്സൊക്കെ കഷ്ടിച്ചേ ഉള്ളൂ. ഇത്രയും ചെറുപ്പത്തിലേ നല്ലൊരു സന്യാസി ശ്രേഷ്ഠനെ കിട്ടിയല്ലോ എന്ന് ആഗ്രഹിച്ചു ഞാൻ. അതുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവരേക്കൊന്നും എത്താറായിട്ടില്ല മാതാജി, എത്തുമെന്നും തോന്നുന്നില്ല, കാരണം കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല, അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവിടോട്ട് എത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കാഷായ വേഷം. യാഥാർത്ഥ്യബോധം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം അതിനകത്ത് വിട്ടുപോകും. നമ്മളൊക്കെ പെട്ടുപോണത് അവിടെയാണ് ഇല്ലേ? ഇന്ന് പല സ്വാമിമാരെയും കോടികൾ ഉണ്ടാക്കിയത് ഇവിടെ എങ്ങനെയാ? ഈ ഒരൊറ്റ വേഷത്തിൽ കൂടിയല്ലേ? നിങ്ങളെ പോലുള്ളവർ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഉള്ളതും എഴുതി കൊടുത്ത അവസാനം വഴി ആധാരവുമായി ഇല്ലേ? സ്വാമിമാരിപ്പം ഓടി കാറയിലും ബെൻസയിലും ഒക്കെ നടക്കുന്നത്, നമ്മളിവിടെ കിടന്ന് നെട്ടോട്ടം ഓടുന്നു. ഞങ്ങളൊക്കെ ചോദിച്ചാൽ 10 പൈസ തരുവോ? അതേസമയത്തിന് സ്വാമി ചോദിക്കാമെങ്കിൽ അപ്പോഴേ ഉള്ളത് എഴുതി കൊടുത്ത് കൈവിടുക. അത് സ്വാമിയല്ലേ, ഇങ്ങനെ അതല്ലല്ലോ എന്നാ. ചെന്ന് വിടുന്ന മുഴുവൻ അമ്മമാരാണ്. ഈ സ്വാമിമാരുടെ പിടിയിലെല്ലാം ചെന്ന് മുമ്പ് കുത്തി വരുന്ന മുഴുവൻ അമ്മമാരാണ്. അതാ വേറെ പ്രശ്നം. പ്രബുദ്ധ കേരളം എന്ന് വാക്കും ഒരു ബുദ്ധതയെ ഞാൻ കണ്ടിട്ടില്ല. അബദ്ധങ്ങൾ ചെന്ന് വീഴുന്ന എല്ലാം മലയാളിയാണ്. ഏത് ഊടായി കൊണ്ടേലും അതിനകത്തെല്ലാം കൊണ്ട് തലവെച്ച് ലക്ഷങ്ങളും കോടികളും കളയുന്ന എല്ലാം ഈ ബോധവും വിവരവും ഉണ്ടെന്ന് പറയുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് മലയാളികളാണ്. അതുകൊണ്ട് വേഷം ഒന്നിനും ഒരു ആധാരമല്ല. വേഷം പോലെ ആവണമെന്നില്ല ഉള്ള് അല്ലെങ്കിൽ പ്രവൃത്തി. ഉണ്ടോ? വാക്കുപോലെ പ്രവൃത്തി ആവുമോ? വാക്കുപോലാണോ എല്ലാവരുടെയും പ്രവൃത്തി? അല്ല. ഇവിടെ നിന്ന് വലിയ തത്വജ്ഞാനമൊക്കെ അടിച്ചു ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെയൊക്കെ തനി സ്വഭാവം പറയണേ ഇതെല്ലാം കഴിഞ്ഞ് ദക്ഷിണ മേടിച്ചോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ പറയുന്നത് വരണം ഞങ്ങൾ അറിയാതെ. അന്നേരം അറിയാം ഞങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. കാരണം നമ്മൾ ഈ കാണുന്ന ഒന്നും അല്ല ലോകം. കാരണം ഈ ഓട്ടത്തിനിടെ കുറെ ഓടുന്നതുകൊണ്ട് നമുക്കറിയാം പല വേഷങ്ങളും കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള വേഷങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് സ്വാമിമാരുടെ. ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്ന പല സ്വാമിമാരും കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം കാഷായത്തെ ഉപയോഗിക്കുന്നവരാണ്. തത്വജ്ഞാനമൊക്കെ മൈക്കിക്കൊണ്ട് ഒരുപാട് പറയും. പക്ഷെ ഇപ്പുറത്ത് ഉണ്ടാക്കുന്നത് മുഴുവൻ കോടികളാണ്. മനസ്സിലാവണുണ്ടോ പറയണേ? അവിടെ നിന്ന് തല വെച്ച് കൊടുക്കരുത് എന്ന് അർത്ഥം. അപ്പൊ ശുദ്ധത എന്നത് ഉള്ളിലായിരിക്കണം, പുറമേ ഉള്ള ശുദ്ധത പോരാ. സോപ്പിട്ട് കുളിച്ചുകൊണ്ടൊന്ന് ഉള്ളിലെ അഴുക്ക് പോവോ? ഇല്ല. അപ്പൊ അകത്തും പുറത്തും അഴുക്ക് പറ്റാത്ത വിധത്തിലുള്ളവനാണ് ആര്? ശുകൻ. പക്ഷേ ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കാൻ പിതാവിന്റെ വാക്കുകൾ ഉള്ളതുകൊണ്ട് അവിടെ പിതാവിനോട് എന്നിട്ട് പറയുന്നുണ്ട്, ഹേ പിതാവേ, അങ്ങ് വേദത്തെ 4ആയിട്ട് രസിച്ചവനാണ്. ഇത്രയെല്ലാം ജ്ഞാനമുള്ള അങ്ങ് എന്നോട് വിവാഹം കഴിക്കണം, ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് തന്നെ മായയുടെ എന്തൊരു വൈചിത്ര്യമാണെന്നാ ചോദിക്കുന്നത്.
ബോധമുള്ളവരാരെങ്കിലും കല്യാണം കഴിക്കുമെന്ന്. നമുക്കൊന്നും എന്തില്ലായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത്. അമ്മക്കൊരു ബോധവും ഇല്ലായിരുന്നു. ഇപ്പോഴും എന്തോ നമുക്കില്ല, ഒരു ബോധവുമായിട്ടില്ല. കാരണം ഈ കെട്ടിയപ്പോ തോന്നിയ സന്തോഷം ഉണ്ടോ? പിന്നെ കല്യാണം എന്ന് പറയുമ്പോ എന്തൊരു തുള്ളലായിരുന്നു ഇല്ലേ? ആണല്ലേ? ഒരു മാസം കഴിഞ്ഞ ഒരു വർഷം അങ്ങോട്ട് ഒരു കൊച്ചുകൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സർവ്വ സന്തോഷം തുള്ളലും അതോടുകൂടി തീർന്നോ ഇല്ലയോ? പിന്നെ കുത്തിയിരുന്ന് ആലോചിച്ചപ്പോൾ അശോ എന്തോ കാര്യത്തിന് അന്തരം തലവെച്ച് കൊടുത്തു. ആ നേരത്തെ വല്ല വന്ദേ ഭാരതിനും തലവെച്ചാൽ മതിയായിരുന്നു തോന്നിയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ചിന്തിച്ചു നോക്കൂ. ഇതാണ് മായ. കാണുമ്പോ എന്തെല്ലാം സൗന്ദര്യമുള്ളതാണ് എന്ന് തോന്നിക്കും. പക്ഷെ ചെന്ന് വിട്ട് കഴിയുമ്പോഴാണ് അറിയണത് ഇത് വലിയ കുഴപ്പം പിടിച്ച സാധനമാണ്. അതുകൊണ്ടാ വളരെ ആലോചിച്ച് മാത്രമേ ഏതിനോട്ടും ചെന്ന് തലവെച്ച് കൊടുക്കാവൂ. അതുകൊണ്ട് ശ്രീ ശുക്രമഹർഷി പറയണ്ടേ, ഈ പിതാവേ, ബോധമുള്ളവരാരും കല്യാണം കഴിക്കില്ല. ഇന്നലെ നമ്മള് പറഞ്ഞില്ലേ, ഉർവശി എന്താ പറഞ്ഞു കൊടുത്തേ? ചോരന്മാരെയും പിന്നെ ആരെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. നാരികളെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ അത് തന്നെ പറയുന്നുണ്ട്. ഈ രണ്ടിടത്തിനെ വിശ്വസിക്കാൻ പാടില്ല. എന്താ കാരണം? ചോരന്മാര് ധനം അപഹരിച്ചു കൊണ്ടുപോകും, സ്ത്രീകളോ അവര് ധനവും അപഹരിക്കും, വീര്യവും അപഹരിക്കും, മനസ്സും അപഹരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളതിനകത്തൊന്നും പോയി പെടാതിരിക്കുകയാണ് നല്ലത് ശ്രീ ശുക്രമഹർഷി പറയുന്നത്. പക്ഷെ അവിടെ വേറൊരു ഇതെന്താ വെച്ചാൽ, ഇപ്പൊ വ്യാസം പറയട്ടെ, പുത്ര, ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിച്ചിട്ട് വേണം സന്യാസത്തിലേക്ക് പോവാൻ. അല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇതിനകത്തുണ്ടാകുന്ന സുഖദുഃഖാദികൾ എന്താന്ന് തിരിച്ചറിവില്ലെങ്കിൽ, അല്ലെ അത് അനുഭവവേദ്യമാക്കിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, സന്യാസം എടുത്തു കഴിയുമ്പോ അല്ലെ ആ ഒരു തലത്തിലേക്ക് മനസ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അധപ്പതിക്കാനിടയുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയോടൊപ്പം ജീവിച്ചു തുടങ്ങിക്കഴിയുമ്പോ അതിനകത്ത് ഇത്രമാത്രം സുഖമേ ഉള്ളൂ, ഇത്രമാത്രം ദുഃഖമേ ഉള്ളൂ, സന്തതികളിൽ നിന്ന് ഇന്ന സുഖമുണ്ട്, സന്തതികളിൽ കൂടി ഇന്ന ദുഃഖമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനോട് മനസ്സിന് യാതൊരു വിധമായ ഭ്രമവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ കുഴപ്പം? ആ സ്ത്രീകളോടുണ്ടാകുന്ന മനസ്സിന് ആസക്തി ഉണ്ടായി തുടങ്ങിയാൽ അവിടെ സന്യാസത്തിന് യാതൊരു വിധമായ വിലയും ഇല്ലാതെയാകും. അതിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഭാഗവതത്തിൽ പറയും, അമ്മയോടൊപ്പം ആണെങ്കിൽ പോലും, ബ്രഹ്മചാരി ആണെങ്കിൽ പോലും അധികം നേരം ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ ഒരു പുരുഷന്റെ അരികിൽ അധിക നേരം ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. കാരണം മനസ്സ് അത്രയ്ക്ക് പ്രശ്നം പിടിക്കുന്ന സാധനം. മനസ്സിനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും നിയന്ത്രിച്ചെടുക്കാൻ പറ്റുന്നത് ഇല്ല. എപ്പോഴാ പിടിവിട്ട് പോണേന്ന് അറിയില്ല. കാരണം ആ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ആർക്ക്? സാധാരണ പ്രാപഞ്ചികമായ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവന് ഒരിക്കലും മനസ്സിനെ അത്ര പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധ്യമാകില്ല. ചിലർ എന്നോട് പറയാറുണ്ട്, ഞാൻ എല്ലാ ആഗ്രഹവും അടക്കി വെച്ചു. എല്ലാ ആഗ്രഹവും അടക്കി വെച്ചു. എന്താ അടക്കി വെച്ചതിന്റെ കാരണം? ആ ആഗ്രഹത്തെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട്. പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഒരാഗ്രഹം നമുക്കുള്ളിലുണ്ടായാൽ ആ ആഗ്രഹത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹത്തെ എന്ത് ചെയ്തു? അടക്കി വെച്ചു. പക്ഷെ ഈ ആഗ്രഹത്തെ അടക്കി വെക്കുമ്പോ എന്താ കുഴപ്പം ചോദിച്ചാൽ, എപ്പോഴാണോ ഒരു സാഹചര്യം ഒത്തുവരുന്നത് ആ സമയത്ത് ഈ അടക്കി വെച്ച ആഗ്രഹം എന്ത് ചെയ്യും? ഒത്താൻ തുടങ്ങും. ആ സമയത്ത് ഒത്താല ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ മനസ്സ് വെമ്പും. അപ്പോ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കും.
അത്രയും നാളും അടക്കി വെച്ച മനസ്സ് എന്ത് ചെയ്തു? പിടിവിട്ടുപോയി. പിടിവിട്ടു പോയാൽ പിന്നെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പം അല്ല. അതുകൊണ്ട് ചില വിഭാഗത്തിലുള്ള ആചാര്യന്മാർ പറയാറുണ്ട്, ആഗ്രഹത്തെ പൂർത്തീകരിച്ച് തന്നെ പോകാവൂ. ഒരാഗ്രഹം നിലനിർന്നു പോയാൽ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നാൽ ഇച്ഛാഭംഗം ഉണ്ടാവും മനസ്സിന്. അതുകൊണ്ട് ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കും. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കഴിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോകാവൂ എന്ന് പറയാൻ കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. എത്ര ജപധ്യാനാദികൾ ചെയ്താലും അത്ര എളുപ്പമൊന്നും മനസ്സിനെ അടക്കി നിർത്താനായിട്ട് സാധ്യമാകില്ല. അതുകൊണ്ട് പറഞ്ഞു, പുത്രാ പോയി വിവാഹം കഴിക്കണം. പല ഉപാധികളും പറഞ്ഞു നോക്കി ശരീശ്വര ബ്രഹ്മർഷി, വിവാഹം കഴിക്കാതെ. കാരണം ജ്ഞാനിയായ ഒരുവന് മായാപ്രപഞ്ചത്തോടൊരു താല്പര്യം ഉണ്ടാവില്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് 16,000 കെട്ടിയതാണ് അല്ലേ? എന്നല്ലേ പറയണേ? 16,108 16,008 പറയുന്നു. എന്റെ അറിവിൽ കെട്ടിയത് 8 ഉള്ളൂ. കെട്ടിയത് 8 ഉള്ളൂ. സത്യഭാമയും ജാമ്പവതിയും രുക്മിണി പോലുള്ള 8 കെട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും പുടവ കൊടുത്ത് കെട്ടിയിട്ടില്ല. 8 കെട്ടി പോയിട്ട് 16,000 അല്ലെ 16,100 പുടവ കൊടുത്തതേ ഉള്ളൂ, കെട്ടിയിട്ടില്ല. എന്നാൽ 16,000 നരകാസുരം കൊണ്ട് ജയിലിൽ അടച്ച സ്ത്രീകളാണ്. ഭഗവാന്റെ തന്നെ പുത്രനായിരിക്കുന്ന ഭൂമിദേവിയിൽ ഭഗവാന് തന്നെ ഉണ്ടായ പുത്രനാണ് ആര്? നരകാസുരൻ. ആ നരകാസുരൻ രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ പത്നിമാരെ പിടിച്ചുകൊണ്ട് അതിന്റെ തുറുങ്കിൽ അടയ്ക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഭഗവാൻ നരകാസുരനെ കൊന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ സ്വതന്ത്രരാക്കി. പക്ഷെ അന്നത്തെ നിയമപ്രകാരം ഒരാൾ പിടിച്ചോണ്ട് പോവോ അല്ലെ ഒരാളെ കൂടെ പോവോ ചെയ്താൽ തിരിച്ച് എങ്ങോട്ട് കയറ്റില്ല? ഗൃഹത്തിലേക്ക് കയറ്റില്ല. അപ്പൊ എന്ത് പറ്റി? അവർക്ക് അന്നവും ഇല്ല പാർപ്പിടവും ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അടുക്കിയിരിക്കുന്ന സങ്കടം പറഞ്ഞപ്പോ ഭഗവാൻ അവരെ പുടവ് കൊടുത്തിട്ട് ഞാൻ സംരക്ഷിച്ചു കൊള്ളാം നിങ്ങൾക്ക് എന്ന് വാഗ്ദാനം കൊടുത്ത് അവരെ സംരക്ഷിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ 16,108 16,000 പക്ഷെ അവിടെ ഭഗവാന് അഷ്ടോത്തരത്തിൽ ഒരു പേര് പറയുന്നുണ്ട്, നൈഷ്ഠിക ബ്രഹ്മചാരിണിയെ നമഃ. ഇത്ര എണ്ണ ഭാര്യമാര് കൊള്ളുന്നത് ആലോചിച്ചു. എന്നിട്ട് ഭഗവാനെ വിളിച്ചത് എന്താണ്? നൈഷ്ഠിക ബ്രഹ്മചാരി. അപ്പൊ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അവിടെ വിവാഹം കഴിച്ചതുകൊണ്ട് ബ്രഹ്മചര്യം നഷ്ടപ്പെടുകയില്ല, വിവാഹം കഴിക്കാത്തത് കൊണ്ട് ബ്രഹ്മചര്യം ഉണ്ടാവുകയും. അപ്പോ ഇവിടെ ആ തന്റേതായിരിക്കുന്ന മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് പരമമായിരിക്കുന്ന ജ്ഞാനത്തെ നേടിയ ഒരുവൻ ഒരിക്കലും മായാപ്രപഞ്ചത്തിലേക്ക് പോവാൻ ഇഷ്ടപ്പെടുകയില്ല. കാരണം ഈ മായാപ്രപഞ്ചത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ എന്നറിയാം. അതുകൊണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളിലേക്ക് മനസ്സിനെ വിടാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. നമ്മളൊക്കെ രാത്രി കിടന്ന് ഉറങ്ങില്ലേ? ചിലപ്പോ എങ്ങനെ എന്തിനെ പോലെ ഉറങ്ങും? രാവിലെ എഴുന്നേറ്റിട്ട് വന്നിട്ട് എന്തിനെ പോലെ ഉറങ്ങിയെന്ന് പറയും? ആ പോത്തിനെ പോലെ ഉറങ്ങിയെന്ന് പറയും അല്ലേ? പറയാറില്ലേ? ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ദുഃഖം അറിഞ്ഞു? വിശപ്പ് അറിഞ്ഞു, ദാഹം അറിഞ്ഞു, വേദന അറിഞ്ഞു, ഒന്നും അറിഞ്ഞില്ല. ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ഈ ഗാഠനിദ്രയില് ആ സുഷുപ്തിയിൽ അറിയുന്ന ഒരു സുഖമുണ്ട്. അതാണ് സത്യത്തിൽ ഒന്നും അറിയാതെ ഇരിക്കുന്ന മനസ്സിന്റെ അവസ്ഥ. ഉണർന്നാൽ നമുക്ക് ദുഃഖമായി, വേദനയായി ഇല്ലേ? അപ്പൊ നമ്മൾ എന്തിലേക്ക് വന്നു? ഈ മായയിലേക്ക് വന്നു.
ഈ മായാപ്രപഞ്ചത്തിൽ വന്ന ദുഃഖമാണ്. അതിൽ നിന്ന് എപ്പോൾ മനസ്സിനെ മാറ്റി നിർത്തുന്നു അപ്പോൾ മാത്രമേ സുഖം അനുഭവിക്കാനായിട്ട് സാധ്യമാവൂ. അതുകൊണ്ടാണ് ശ്രീ ബ്രഹ്മർഷി അതിനോട് താല്പര്യം കാണിക്കാൻ. എന്തായാലും പിതാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിനക്ക് അങ്ങനെ അത്രമാത്രം സംശയം ഉണ്ട് എങ്കിൽ ഈ ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കുന്നത് മോക്ഷത്തിനൊരു വിഘാതമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക, വിദേഹത്തെ പോയി കാണുക. വിദേഹം എന്ന് പറഞ്ഞാൽ ദേഹമില്ലാത്തവൻ നത്തം. അദ്ദേഹം ഒരു രാജാവാണെന്ന്. അപ്പൊ ദേഹമില്ലാതെ അങ്ങനെ ഭരിക്കാൻ പറ്റുമോ? രാജാവായിട്ട് ഇരിക്കാൻ പറ്റുമോ? വലിയ കാര്യം അല്ല. ഇതാണ്ടൊക്കെ വല്ലാത്തൊരവസ്ഥയിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ഇവിടെ അല്ലേ, ഇത് ശരീരം മാത്രമേ ഉള്ളൂ ഇവിടെ? മനസ്സ് പോയോ? ഇല്ല. കാരണം ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വല്ല ആരുമുണ്ട്. നിന്റെ എപ്പോഴോ മണം അടിച്ചപ്പോൾ മനസ്സ് അങ്ങോട്ട് പോയോന്നൊരു സംശയം. അപ്പോ വിദേഹൻ എന്ന് പറഞ്ഞാൽ ദേഹബോധമില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു കാശിയിൽ പോയാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ വിദേഹം എന്ന് പറഞ്ഞാൽ ദേഹബോധമില്ലാത്തവൻ. ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷേ താനാണ് ചെയ്യണത് ബോധം വെക്കാറില്ല. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഞാനാണ് ചെയ്യണത്, ഞാനാണെന്ന് പറഞ്ഞിരിക്കും ഇല്ലേ? അല്ലേ? ഭഗവതിയുടെ മുമ്പിൽ കൊണ്ടുകൊടുത്താലും എന്റേതെന്നൊരു ബോർഡ് നമ്മളവിടെ വിളക്ക് മേടിച്ചാൽ ആദ്യം ചെയ്യണത് എന്താ? ആ പേരും എഴുതി, അഡ്രസ്സും എഴുതി, ഫോൺ നമ്പറും എഴുതി, വേണേ വലിയ മേടക്കൊന്ന് വിളിച്ചോണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോൺ നമ്പറും എഴുതി പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് വിട്ട് ഇല്ലേ നമ്മളോട് കൊടുക്കാം. എന്നിട്ട് എന്താ പറയുന്നേ? ഞാൻ അമ്മയ്ക്കൊരു വിളക്ക് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, ആ വിളക്ക് ഇന്ന് കൊണ്ടിരുന്ന് കൊടുത്തോ? അമ്മയ്ക്ക് കൊടുത്തോ? പിന്നെ എങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റണേ? അമ്മയ്ക്ക് കൊടുത്താണെങ്കിൽ ആരുടെ പേര് കാണണം? അമ്മയുടെ പേര് കാണണം. അല്ലെങ്കിൽ ഒരു പേരും ഇല്ലാതെ കൊണ്ടുവന്ന് കൊടുക്കണം. ഇതിപ്പോ ആരുടെ പേരിലാണ് കൊണ്ട് കൊടുത്തേക്കുന്നത്? അപ്പൊ ആരുടെ സാധനം? അമ്മയുടെ ആവുമോ? എന്നിട്ട് അന്നത്തെ ദിവസം വേണേ നമ്മൾ നീരാപാതനയ്ക്ക് നിൽക്കും അവിടെ വൈകുന്നേരം ഇല്ലേ? നിൽക്കൂലേ വൈകുന്നേരം? ഇതിനാ 10 പേരോട് പറയണം ഞാൻ എന്തോ ഇതൊന്ന് വിളക്ക് കൊടുത്തു. എന്നിട്ട് ദിവസം വരുമ്പോ ചോദിക്കും, തിരുമേനി എന്റെ വിളക്ക് കത്തിക്കുന്നുണ്ടോ ഇല്ലേ? ചോദിച്ചിട്ടില്ലേ? ചോദിക്കാറില്ലേ എന്റേതെന്നും പറഞ്ഞിട്ട്? ഇവിടെല്ലാം നമുക്ക് എന്തുണ്ട്? ദേഹബോധമുണ്ട്. അപ്പൊ ആ ദേഹബോധം ഇല്ലാതെ കർമ്മം ചെയ്യാം എന്ന് വെച്ചാൽ ഞാനാണ് ചെയ്യണത് എന്നുള്ള യാതൊരുവിധമായ അഹംബോധവും വെക്കാതെ കർമ്മം ചെയ്യാം. ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. എനിക്കിതിനകത്ത് യാതൊരു വിധമായ ബന്ധവുമില്ല. ഞാനൊരു നിമിത്തം മാത്രമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആ ഭഗവതിയാണല്ലേ, ഭഗവാനാണെന്നുള്ള ബോധത്തോടു കൂടി കർമ്മത്തെ ചെയ്യാം. അതിനെ ഈശ്വരാർപ്പണമായിട്ട് അതിനാ നമ്മളെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു പറച്ചിൽ പറയാം, എന്തോന്ന് കായേന വാച മനസ്സേന്ദ്രിയർവ ഇന്നത്തെ അന്നദാനം ആരുടെ വകയായിരുന്നു? എന്റെ വകയായിരുന്നു. ആർക്ക് കൊടുത്തെന്നാ പറഞ്ഞേ? അപ്പൊ തീർന്നില്ലേ? ഇവിടെ നാരായണായേരി സമർപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എന്റെ വകയാണെന്ന് പറഞ്ഞാൽ പോയില്ലേ? അപ്പൊ നാരായണൻ കൊടുത്തോ? നാരായണൻ സമർപ്പിച്ചാണോ ചെയ്തേ? അപ്പൊ ഈശ്വരനിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തനിക്ക് അവകാശപ്പെടാൻ യാതൊന്നും ഇല്ല എന്നർത്ഥം. തനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ലാതെ തനിക്കുള്ളതിൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതിന്റെ ഒരു അംശത്തെ ഈശ്വരനിലേക്ക് പൂർണ്ണമായ ബുദ്ധിയോടുകൂടി സമർപ്പിക്കുക. അവിടെ പിന്നെ നമുക്ക് അവകാശവാദമൊന്നുമില്ല. എന്റേതായിരുന്നു, എന്റെ വകയായിരുന്നു, എന്റെ ഞാൻ കൊടുത്തതാണ്, ഇവിടെ ഒന്നുമില്ല. അപ്പൊ അതുപോലെ കർമ്മങ്ങൾ ചെയ്യാം.
അങ്ങനെയുള്ള ആളെ അറിയപ്പെടുന്നതാണ് വിദേഹൻ, ദേഹബോധമില്ലാത്തവൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഭരിക്കുന്ന രാജ്യം അറിയപ്പെടുന്നത് വിദേഹ രാജ്യം എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ശിശുക ബ്രഹ്മർഷി പിതാവിന്റെ വാക്കനുസരിച്ചിട്ട് പോയി. വിദേഹ രാജ്യത്ത് ചെന്ന് അവിടെ ചെന്നപ്പോഴേ ഉണ്ട് രണ്ട് ഭടന്മാര് കുന്തുമൊക്കെ ആയിട്ട് നിർത്തിട്ട് പറഞ്ഞു, എവിടെ പോണ്ടാ, നിൽക്കട അവിടെ. അപ്പോഴേ തീർന്നു. ഇത്രയും ദൂരം നടന്നു വന്നതിന്റെ സർവ്വ കേടും അവിടെ തീർന്നു. എന്താ കാരണം? വിദേഹനാന്ന് പറയണു, പക്ഷെ വരുന്നവനെ വിശ്വാസവും ഇല്ല, ഒന്നുമില്ല. പിടിച്ചു നിർത്തി കുന്നത്തും മുലയും നിർത്തിയിട്ട് നീ ആരാ, എന്തുവാ, എവിടുന്നാ, എങ്ങനെയാന്ന് സർവ്വ ഡീറ്റെയിൽസ് ചോദിക്കാം. ഇതാണോ വിദേഹൻ? വിദേഹന്റെ രാജ്യം ഇതാണോ? ജഡബോധമില്ലാത്തവനാ എന്താ ഭയമുള്ള? ഭയം ഉണ്ടാവും. നമുക്കൊക്കെ ജഡബോധമുള്ളത് കൊണ്ടാ ഭയം, ഇല്ലേ? നമ്മളിങ്ങനെ അങ്ങോട്ട് പോണ വഴിക്ക് നമ്മുടെ പുറകെ കൊണ്ടൊരു വണ്ടി വന്നിട്ട് കീ നേരം ഓണടിച്ച് നമ്മളെന്തോ ചെയ്യും? ഒറ്റ ചാട്ടം ചാടും, ഇല്ലേ? ചാടുകയില്ലേ? എന്താ കാരണം? വണ്ടി ഇടിച്ച് ഞാൻ ചത്തുപോകുമെന്നുള്ള. എന്നിട്ട് ചെല്ല് പറഞ്ഞിട്ട് എനിക്ക് മരിക്കാൻ ഒരു ഭയവും ഇല്ല സ്വാമി, എപ്പോ വേണേലും വന്നങ്ങ് കൊണ്ടുപോകട്ടെ എന്നാ. ഇവര് സന്ധ്യക്ക് ഒരു കയറി ചുറ്റി കിടക്കുന്ന കണ്ട ഉടനെ അവിടെ കിടന്ന് ചാടി വിളിക്കും, എന്തോന്ന് പാമ്പാതയെന്ന് പറയും, അല്ലേ? മരണഭയം ഇല്ലാത്തവരാണോ? അല്ല, നമുക്കെല്ലാം ഉണ്ട് മരണഭയം. ഈ പറയുന്ന എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, സർവർക്കും ഉണ്ട് മരണഭയം. നമ്മളൊക്കെ പറയും എനിക്ക് എപ്പോ പോകാനും ഞാൻ റെഡിയാന്ന് പറയും, വന്ന് വിളിക്കാൻ വരണം, അന്നേരം അറിയാൻ പറ്റും. കൊച്ചിന്റെ 28 കണ്ടേച്ച് വരാൻ സാധ്യത പറയും. കൊച്ചുമോൻ ഇപ്പൊ എത്ര വയസ്സായി? 50. അവന്റെ കൊച്ചിന് എത്ര വയസ്സായി? 9. ഇനി അവൻ കല്യാണം കഴിച്ച് അവനൊരു കൊച്ചാകുമ്പോഴത്തേക്ക് നമ്മളെത്ര ആവും? 150 ഇല്ലേ? നമ്മളൊക്കെ ഈശ്വരയോട് പ്രാർത്ഥിക്കാറുണ്ട്, മരണം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് നിത്യേന, ഇല്ലേ? അത് പ്രാർത്ഥിക്കാറില്ലേ? അമ്മയുടെ മരണം ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ല, അതൊക്കെ ശരി തന്നെ, അത് രാവിലെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അമ്മയുടെ ദിവസം പറയുന്നത് അങ്ങനൊന്നും അല്ല, എനിക്ക് ഉടനെ ഒന്നും ഉണ്ടാവില്ലേ മരണം എന്നാ. എന്താ പറയാ? അമ്മേ ഭഗവതി ആയുസ്സും ആരോഗ്യവും തരണേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിനർത്ഥം മരണം ഉണ്ടാവരുതെന്നാ. ആയുസ്സും വേണം, ആരോഗ്യം വേണം. അതിനർത്ഥം എന്താ? ഞാനിപ്പോഴും ഇവിടുന്ന് പോവാന് ഉദ്ദേശമില്ല. അപ്പോ ശ്രീശുഖ പരാമർശിച്ച് തന്റെ വിദേഹ രാജാവ് ഓടി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് അണയിച്ചു കൊണ്ടിയെന്ന് അവിടെ ഇരുത്തി വേണ്ടതായ ഉപചാരങ്ങളൊക്കെ ചെയ്തു. ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മളെ വിളിച്ചു വരുത്തിയാൽ അവരോട് ചെയ്യേണ്ട ഉപചാരങ്ങളുണ്ട്, മര്യാദയുണ്ട്, അത് പാലിക്കണം എന്നാ. നമ്മളതൊന്നും പാലിക്കാറൊന്നുമില്ല. നമ്മളൊരാളെ വിളിച്ചു വരുത്തിയ അവരോട് കാണിക്കേണ്ട മര്യാദ വല്ലതും കാണിക്കാറുണ്ടോ? സ്വന്തം കാര്യം സിദ്ധാവ, അത് കഴിഞ്ഞിട്ട് മതി ഒളി വന്നോലെന്നാ നമ്മളെ ഇപ്പോഴത്തെ ധാരണ, ഇല്ലേ? ഒന്ന് കണ്ടുവരണം അങ്ങനെയാ. വന്നവനെ അവിടെ നിൽക്കട്ടെ, എന്റെ കാര്യം ആദ്യം കഴിയട്ടെ. ഒരാള് വീട്ടിലോട്ട് വന്നാൽ അവരോട് കാണിക്കേണ്ട ചില ഉപചാരങ്ങളുണ്ട്, അല്ലേ? ഒരാള് വീട്ടിലോട്ട് വന്നാൽ ആദ്യം എന്താ ചെയ്യുക? കതവ് തുറന്നു കൊടുത്തു വെച്ച് കയറി ഇരിക്കാൻ പറയും. എന്നിട്ട് നമ്മളെങ്ങോട്ട് പോകും? അകത്തോട്ട് ഒറ്റ പോക്കാം. പിന്നെ എത്ര മണിക്കൂർ കഴിഞ്ഞേ വരൂ? നീ അല്ലെങ്കിൽ അവളെ പിടിച്ചിരുത്തി എന്ത് ചെയ്യും? നമ്മള് ചാറ പറഞ്ഞ അങ്ങോട്ട് പറയാൻ തുടങ്ങും, ഇല്ലേ? ഒരാള് വീട്ടിൽ വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ചപ്പാത്തി കറി കൊടുക്കണം, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം. ആദ്യം എവിടുന്ന് വന്നിട്ടുള്ളതാണെങ്കിലും ആദ്യം കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. അത് കുടിച്ചു കഴിയുമ്പോ അടുത്ത സ്റ്റെപ്പ് എന്തോന്ന്? സമയത്തിന്റെ അനുസരിച്ച്, ചായ എന്ന് പറയാൻ പറ്റില്ല, സമയത്തിന്റെ അനുസരിച്ച് എന്താണോ ആ സമയത്തിന്റെ സാഹചര്യം എന്താണോ അതിനനുസൃതമായിട്ടുള്ള പെരുമാറ്റം. ഊണിന്റെ നേരമാണ് എന്നതിനെ കൊണ്ട് ചായ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഉണ്ടേ ചാണോ വന്നേ, അല്ലെങ്കിൽ വാ നമുക്ക്
ആ ഉണ്ടച്ചാണോ വന്നെന്ന് ചോദിച്ചപ്പോഴേ കേട്ടവൻ എന്താ മനസ്സിലായി? അത് തരാനുള്ള ഉദ്ദേശമൊന്നുമില്ല, പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങ് ചോദിച്ചതാണ്. അല്ലേ? ഒരുത്തരോടും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നു, കഴിച്ചിട്ടാണോ വന്നത്, വേണോ, എടുക്കട്ടെ, കഴിക്കുമോ, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെന്തോ ചെയ്യും? നമ്മളൊന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. അല്ലേ? ഒരാളെ എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക? ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരിക, നിങ്ങളെന്തോ ചെയ്യും? പേടിക്കണ്ട, വരത്തില്ല. വന്നാ നിങ്ങളെന്തോ ചെയ്യും? ആ കയറി ഇരിക്കാൻ പറയും. ഇവിടുന്നാ ഞാൻ വരുന്നതെന്ന് ആലോചിച്ചോണം. ഇവിടുന്നാണ് ഞാൻ വരുന്നത്, വീട്ടിൽ നിന്ന് വരികയല്ല, ഞാൻ ഇവിടുന്നാ വരുന്നത്. ഇവിടുന്നാണ് ഞാൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന എന്റെ ചോദ്യം. അത് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഈ ഒരു പീഠത്തിൽ ഇരിക്കണം ഞാൻ. എന്റെ വിവരമോ അറിവോ ഉപതോ അതൊക്കെ വിളിക്കട്ടെ. ആ കാല് കഴുകി അകത്ത് കയറ്റും. ആ ഇരിപ്പിടം കൊടുക്കും. എവിടെ കൊടുക്കും ഇരിപ്പിടം? ശരി. പിന്നീട് ആ ഓക്കെ, അത് കഴിഞ്ഞോ? ഇല്ല, എനിക്ക് തിരിച്ചു പോരണം, ഇങ്ങോട്ട് തന്നെ പോരണം. അപ്പോഴോ? ഓക്കെ. ഒരു ആചാര്യ സ്ഥാനത്തോന്ന് അല്ലെങ്കിൽ ഒരു സന്യാസി അല്ലെങ്കിൽ ഗുരുസ്ഥാനീയനായ ഒരുവൻ ഒക്കെ ഗൃഹത്തിലേക്ക് വന്നാൽ കാല് കഴിയിക്കാൻ മാത്രമല്ല, ദീപധൂപാദികൾ കൊണ്ട് ഒഴിഞ്ഞ് ഹാരമുണ്ടെങ്കിൽ ഹാരം, ഇപ്പൊ പെട്ടെന്ന് കയറി വന്നാൽ ഹാരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു പുഷ്പമെങ്കിലും അടർത്തിയ പാദത്തിലിട്ട് നമസ്കരിച്ചതിന് ശേഷം മാത്രമേ അകത്തോട്ട് കയറ്റാവൂ. നമ്മൾ വടക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ കാണാം. അവിടെ മിക്കവാറും വൈകുന്നേരങ്ങളിലെ ഭക്ഷണം ഓരോ ഗൃഹത്തിലായിരിക്കും. അമ്പലക്കാരുടെ ഒന്നും കൊടുക്കണമെന്നില്ല. ഓരോ വീട്ടിലാണ് വിളിച്ചോണ്ട് പോവുക. വീട്ടിൽ വിളിച്ചോണ്ട് പോയി അവർ പറയണത് അവർക്ക് സൗഭാഗ്യം കിട്ടിയ പോലെ ഒരു ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഒരാള് തന്റെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് വന്നാൽ അത് വലിയ സൗഭാഗ്യമായിട്ടാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയാൽ ആ ഗൃഹത്തിൽ എത്ര പേരുണ്ടോ, നമ്മളെ പോയൊന്നുമല്ല, സ്വാമി അങ്ങോട്ടൊക്കെ വന്നേക്കണേന്ന് പറഞ്ഞിട്ട് പോവല്ല. ഇവിടുത്തെ 4ാമത്തെ വീടാ, സ്വാമി ഒരുപോലെ എന്ന് ചോദിച്ചു പോകത്തില്ല. വീട്ടിൽ നാള് വന്ന് കൂട്ടിക്കൊണ്ട് പോകും. കൊണ്ടി എന്നാൽ ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നാൽ വാതൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിലുള്ള സർവ്വ ആൾക്കാരും വാതൊക്കെ കാണും. ഗൃഹനാഥയും കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം ചെന്നാൽ ഗൃഹനാഥന്റെ ഈ പറഞ്ഞ പോലെ ഒരു കിണ്ടി കാണും, അതിനകത്ത് വെള്ളം കാണും. അല്ലെങ്കിൽ ഗൃഹനാഥയുടെ കാണും, അത് ഒരാളുടെ ഒരു തോർത്ത് കാണും. ഗൃഹനാഥയുടെ ഒരു താലത്തിനകത്തൊരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരിക്കും, ഒരു കൊടിവിളക്കത്തിൽ ദീപകത്തിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചിരിക്കും, അതിനകത്ത് പുഷ്പം കാണും. ഒക്കെ കൊണ്ടുവന്ന് കാല് കഴുകി തുടച്ച് ഈ ധൂപദീപാദികൾ കൊണ്ടൊഴിഞ്ഞ് പുഷ്പം ഇട്ട് നമസ്കരിച്ചതിന് ശേഷം മാത്രമേ അതോട് വരും. കേട്ടിയാൽ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം ഏതാണ്? അവിടെ കൊണ്ടിരുത്തോ ഈ പറഞ്ഞതുപോലെ വൃത്തിയാൽ ആദ്യം തരും ഒരു ഗ്ലാസ് വെള്ളം. അത് കഴിഞ്ഞാൽ ഗൃഹനാഥൻ ഗൃഹത്തിലുണ്ടെങ്കിൽ ഗൃഹനാഥ ആ പരിസരത്ത് പോലും വരില്ല, അവിടെ ദൂരെ മാറി നിൽക്കും. ഗൃഹനാഥനാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുക. ഇനി ഗൃഹനാഥൻ ഇല്ലാത്ത ഗൃഹമാണെങ്കിൽ ഗൃഹനാഥൻ വന്നാലും ഒരു അകലം കീപ്പ് ചെയ്ത് നിൽക്കും.
നമ്മളെ പോലെ ചാടിക്കയറി അപ്പുറത്തോട്ട് കയറി തെറ്റിലിരിക്കൂല. കീപ്പ് ചെയ്ത് അവിടെ നിൽക്കും. നിന്ന് ഭക്ഷണത്തിനാണ് ക്ഷണിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ ഭക്ഷണം എല്ലാം പാകമായി കഴിയുമ്പം വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം തന്നാൽ കൈ കഴുകി നിൽക്കുമ്പോൾ തുടയ്ക്കാനുള്ള തോർത്തുമായിട്ട് അടുത്തുണ്ടാവുകയാണ്. അതൊക്കെ സാധാരണ എന്നത്തെ നിർത്താൻ കുടയ്ക്കും അല്ലേ? നമ്മുടെ സമയത്തെ രീതി അതാണ്. ഇതല്ല തോർത്തും കൊണ്ട് അവിടെ നിൽക്കും. മേടിച്ച് കൈ തുടച്ചാൽ തിരിച്ച് തോർത്ത് കൊടുത്താൽ എവിടെയാണോ വന്നപ്പോൾ സ്വീകരിച്ചിരുത്തി അവിടെ വന്നിരിക്കും. പോരാ നേരം സാഹചര്യം അനുസരിച്ച് വസ്ത്രത്തോടു കൂടി ദക്ഷിണ കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ വസ്ത്രത്തോടു കൂടി ദക്ഷിണ കൊടുക്കും. അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന ദക്ഷിണ വെറ്റിലെ അടക്കി എല്ലാം കൂടെ ചേർത്ത് വെച്ച് കൊടുത്ത് അവിടെ നിന്ന് കൊടുക്കും. ഇതിനാ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? സ്വാമി അങ്ങോട്ട് വന്നേക്കണം കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം, ഇന്നത്തെ വീട്ടിൽ എന്റെ വക ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് എന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ പോരെ? ഇതിന് എത്രയും ആചാരം കാണിക്കണേ. ആ വരുന്ന ആളിന്റെ അവസ്ഥ അറിഞ്ഞിട്ട ഓരോരുത്തരും വരുമ്പം ആ വരുന്ന ആള് ഏത് സ്ഥാനത്തിരിക്കുന്ന ആളാണ്, എവിടുന്ന് വരുന്ന ആളാണ്, എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിവ്, ആ ബോധം, ആ സംസ്കാരം, ആ ഇത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത്രയും ഇതായിട്ട് അവർ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ നമ്മൾ നേരത്തെ ചാപ്പാട് പോലും കൊടുക്കാൻ വിളിക്കൂല, പിന്നല്ലേ ഇനി ബാക്കി കാര്യം. വന്നിട്ട് വേണ്ടേ കൊടുക്കാനെന്നോ? വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരെയാ? അത് അങ്ങനെ വന്നിട്ട് മക്കൾ അങ്ങോട്ട് വരണേന്ന് പറയുമല്ല. ബന്ധവും സ്വന്തമൊക്കെ അത് വേറെ. ഇവിടെ ഇരിക്കുമ്പോ ആ ബന്ധവും സ്വന്തം ഒന്നും ഇല്ല. അതാ കുഴപ്പം. ബന്ധവും സ്വന്തമൊക്കെ ഇത് കഴിഞ്ഞ് ദക്ഷിണയൊക്കെ മേടിച്ച് കഴിയുമ്പോ അമ്മച്ചി മോനുമാ. അതുവരെ അമ്മച്ചിയും മോനും ഒന്നും ഇല്ല. അത് വേറൊരു വശമാണ്. ഇവിടുന്ന് എഴുന്നേറ്റ് ആചാര്യന്മാർ പറഞ്ഞിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോയി നമസ്കരിക്കണമെങ്കിൽ 3 പേരെ നമസ്കരിക്കാൻ പറ്റും. ഒന്ന് മാതാവ് വന്നാൽ മാതാവിനെ പോയി നമസ്കരിക്കാം, പിതാവ് വന്നാൽ പിതാവിനെ നമസ്കരിക്കാം, പിന്നെ നമസ്കരിക്കണത് ജ്ഞാനോപദേശം നൽകിയ ഗുരുവിന്. ഈ 3 പേരെ അല്ലാതെ ഈ പീഠത്തിൽ എഴുന്നേറ്റ് പോയി നമസ്കരിക്കാൻ പാടില്ല. ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും ഇവിടെ വന്ന് നമസ്കരിച്ചോളൂ. പിന്നെ നമുക്കാർക്കും ഇന്ന് ഈ പീഠത്തിന്റെ മഹത്വം അറിയാത്തതുകൊണ്ട് ഇരിക്കുന്നവനും അറിയത്തില്ല, കൊടുക്കുന്നവനും പീഠത്തിന്റെ മഹത്വം അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്ത് വേണേലും കാണിക്കും. ചുമ്മാ ഒരു കൊരണ്ടിയെ കയറിയിരിക്കുമല്ല, ആ പീഠത്തിലിരിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അതുകൊണ്ട് ശുഖബ്രഹ്മർഷി എന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് വേണ്ട ഉപചാരങ്ങൾ ചെയ്ത് അവിടെ ഇരുത്തി. എന്നിട്ട് ചോദിച്ച് എന്താണ് അങ്ങ് ഇവിടെ വരാനുണ്ടായ കാരണം? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നത്? അപ്പൊ പറഞ്ഞ എന്റെ പിതാവിന്റെ നിർദ്ദേശത്താൽ ഞാൻ വന്നതാ. പക്ഷെ വന്നപ്പോ എനിക്ക് മനസ്സിലായി വന്നത് വെറുതെ അബദ്ധമായി, ഇത്രയും ദൂരം വരേണ്ടിയിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. ചോദിച്ചു അതെന്താ കാരണം? എന്റെ പിതാവ് പറഞ്ഞത് എന്റെ സംശയത്തെ മുഴുവൻ ദൂരീകരിക്കാൻ കഴിയുന്ന ഒരാളാണ് വിദേഹൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നാൽ നിന്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. പക്ഷെ വന്നപ്പോഴേ എന്നെ വാതിക്ക തടഞ്ഞു നിർത്തി. ആര്? അങ്ങയുടെ കാവൽക്കാർ. വിദേഹനായി അങ്ങയ്ക്ക് എന്തിനാ കാവൽക്കാര് ആവശ്യമുണ്ടോ? അങ്ങ് വിദേഹനാണെന്ന് പറയുന്ന ഒരുവൻ എന്തിന് സംരക്ഷകനെ നിർത്തിക്കൊണ്ട് താൻ അവിടെ നിൽക്കണം? തന്നെയുമല്ല, അങ്ങ് രാജ്യം ഭരിക്കണില്ലേ? ആ രാജ്യഭരണം നടത്തുമ്പോൾ അവരെ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാനും രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാനും അല്ലെങ്കിൽ ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കാനുമുള്ള ഉത്തരവാദിത്വം അങ്ങേക്കില്ല. അങ്ങനെ ചെയ്യണില്ലേ? തുറുകിലടക്കവനെ തുറുകിലടക്കുന്നുണ്ട്, അടിക്കേണ്ടവനെ അടിക്കുന്നുണ്ട്, തുറുകിൽ നിന്ന് ഇറക്കി വിടേണ്ടവനെ ഇറക്കി വിടുന്നുണ്ട്. അതും അങ്ങ് ചെയ്യണില്ലേ? ശത്രു രാജ്യങ്ങൾ വന്ന് യുദ്ധം ചെയ്യാൻ വന്നാൽ അങ്ങ് യുദ്ധം ചെയ്യില്ലേ? അപ്പൊ അങ്ങനെയുള്ള അങ്ങ് എങ്ങനെയാണ് വിദേഹനാണെന്ന് പറയുക? അതുകൊണ്ട് ആ പറയുന്ന ഒരു അർത്ഥവും ഞാൻ കാണണില്ല.
ഹേ ശിക്ഷക ബ്രഹ്മർഷി, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ യുദ്ധം ചെയ്യേണ്ട വേണ്ടി വന്ന് രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുന്നുണ്ട്, ശിക്ഷിക്കേണ്ടവരെ രക്ഷിക്കുന്നുണ്ട്, രാജ്യഭാരം നടത്തുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. പിന്നെയോ ഇത് എന്നെ ഉത്തരവാദിത്വമായി ഏൽപ്പിച്ച ആ ഈശ്വരനെ കൽപ്പിതമാക്കിക്കൊണ്ട് ഈശ്വരാർപ്പണമായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് അതിനോടൊന്നും യാതൊരുമായ ബന്ധമില്ല. രാജ്യം ഭരിക്കണത് എനിക്ക് വേണ്ടിയിട്ടല്ല, പ്രജകൾക്ക് വേണ്ടിയാണ്. അപ്പൊ പ്രജകൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുമ്പം ആ പ്രജകൾക്ക് ദുഃഖമുണ്ടാവുന്ന അവസ്ഥകൾ എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കേണ്ടത് ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്റെ ധർമ്മമാണ്. ആ ധർമ്മത്തെ മാത്രമേ ഞാൻ പാലിക്കുന്നുള്ളൂ. അതിലെനിക്ക് അഭിമാനം കൊള്ളാനൊന്നുമില്ല. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ തെറ്റിൽ നിന്ന് അവർ വിട്ടുമാറുന്നതിനാണ്. അതിനും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഒന്നിനോടും യാതൊരുവിധമായ ബന്ധവും വെച്ച് പുലർത്താത്തത് കൊണ്ട് എനിക്ക് ഒന്നിനും യാതൊരുവിധ ദുഃഖവുമില്ല, സന്തോഷവുമില്ല. ആ ദുഃഖവും സന്തോഷവും ഉണ്ടാവണത് എപ്പോഴാ? ഞാനിത് ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാവുമ്പോഴാണ്, അല്ലെ എന്റേത് എന്നൊരു തോന്നലുണ്ടാവുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് പഹൽഗ്രാമിൽ 10-26 പേര് മരിച്ചു, അല്ലേ? ഇവരാരെങ്കിലും മരിച്ചേ നമുക്ക് വല്ല ദുഃഖം തോന്നി? പേപ്പറിൽ കണ്ടാലേ വാർത്ത അപശോ കഷ്ടമായി പോയി, എന്നാലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നു നമ്മുടെ ദുഃഖം, അല്ലേ? ആണോ അല്ലേ? എന്തുകൊണ്ടാണ് നമുക്കത് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞത്? നമ്മുടെ ആരും അല്ല. പക്ഷെ ആ വ്യക്തിയുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇന്നും അവരുടെ ദുഃഖം അത്ര പൂർണ്ണമായിട്ട് വിട്ടു മാറിയിട്ടുണ്ടോ? ഉണ്ടാവുമോ? ഇല്ല. എന്താ കാരണം? അത് അവരുടെ കുടുംബത്തിലെ മകനോ അല്ലെ ഭർത്താവോ അല്ലെ അച്ഛനോ ഇല്ലേ? അത്രയും ദുഃഖം നമുക്കുണ്ടോ? ഇല്ല. പക്ഷെ അതിലൊരെണ്ണം നമ്മുടെ കുടുംബത്തിൽ നിന്നായിരുന്നെങ്കിലോ നമുക്ക് ദുഃഖമുണ്ടാവും. കാരണം എന്താ? അതെന്റേതാ. ഈ എന്റേത് എന്നൊരു ബോധം ഉള്ളിൽ ഉണ്ടാവും തോറും അത് ദുഃഖത്തിനുള്ള ആഘാതം കൂട്ടും. നഷ്ടപ്പെടുമ്പോ ദുഃഖത്തിന്റെ ആഴം കൂട്ടും. ഇനി നമ്മുടെ മകന് ഒരു വേൾഡ് റെക്കോർഡിന് ഒരു ഇത് കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടി, നമുക്ക് എന്ത് തോന്നും? സന്തോഷം. മുമ്പിടി സന്തോഷം വല്ലോ ആണോ? വേൾഡ് റെക്കോർഡാണ് കിട്ടിയേക്കുന്നത്. ആ നാട്ടിലുണ്ടാക്കാവുന്ന കോലാഹലം മുഴുവൻ നമ്മൾ ഉണ്ടാക്കൂലേ? നാണമല്ലേ? നാട്ടുകാർക്ക് മുഴുവൻ ലഡുവും കൊടുത്ത് ഷുഗറും കൂട്ടി ഇല്ലേ? എന്തെല്ലാം കാട്ടിക്കൂട്ടാമോ അതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ അയൽപക്കത്തെ ഒരുത്തന്റെ പോലെ ലോക റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ കാരണം? അത് എന്റേതല്ല. എന്റെ മകനൊരു തെറ്റ് ചെയ്താൽ ഞാൻ അവനെ തല്ലും, ഇല്ലേ? അതേ തെറ്റ് അയൽവക്കക്കാരോ ചെയ്താലോ എന്തിനാ വെറുതെ വേണ്ടാത്ത വലിപ്പം? അപ്പൊ നമ്മൾ മിണ്ടാതെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ സന്തോഷമായാലും ദുഃഖമായാലും എന്റേത് എന്നൊരു ബന്ധം, ഒരു ബോധം ഉണ്ടാവുമ്പോൾ അതിന്റെ ആഴവും പരപ്പും കൂടും. അപ്പൊ ഞാനാണിത് ചെയ്യണത് എന്ന് ബോധമുണ്ടായാൽ ശിക്ഷിക്കുമ്പം എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ടാവും, രക്ഷിക്കുമ്പോൾ എനിക്കൊരു സന്തോഷവും ഉണ്ടാവും. ഇത് രണ്ടും ഞാനല്ല ചെയ്യുന്നതെങ്കിൽ പിന്നെ എനിക്ക് സന്തോഷത്തിന്റെ ആവശ്യമില്ല, ദുഃഖത്തിന്റെ ആവശ്യം. അതുകൊണ്ട് ശുഭബ്രഹ്മർഷി, അങ്ങ് വിവാഹം കഴിക്കാതിരിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇനി അങ്ങ് വിവാഹം കഴിക്കുന്നില്ല എന്ന് വെക്കൂ, അങ്ങ് വനത്തിൽ പോയി തപസ് ചെയ്യാന്ന് വിചാരിക്കാം. ഹരി, അവിടെ തപസ് ചെയ്യുന്ന അവസരത്തിൽ കാട്ടിൽ അനേകം മൃഗങ്ങളുണ്ടില്ലേ? ഉണ്ടാവില്ലേ?
ഇതിന്റെയൊക്കെ ഉപദ്രവം അങ്ങേ ബാധിക്കില്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിലെയുള്ള അത്രയും ഹിംസ ജന്തുക്കളൊന്നും എവിടെ ഇല്ല. നമ്മുടെ നാട്ടിലും വീട്ടിലുള്ള അത്രയും ഭീകര ജന്തുക്കളും എല്ലാം കാട്ടിലുണ്ടോ ഇപ്പൊ? ഇല്ല. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് കാട്ടിൽ ജീവിക്കുന്ന കുറെ കൂടെ. ഇപ്പൊ നാട്ടിൽ സർവ്വ ഭീകര ജീവികളുണ്ട്. ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പൊ കാട്ടിലോട്ട് പോകുന്ന അവസ്ഥ ഇല്ലേ? കാട്ടാനൊക്കെ ഇപ്പം നാട്ടിലിറങ്ങി. അതാ ഞാൻ പറഞ്ഞത്, കടുവായും പുലിയും സിംഹവും എല്ലാം ഇപ്പം നാട്ടിലുണ്ട്. നമുക്കിപ്പോ ഇനിയിപ്പോ പോയാൽ ജീവിക്കാൻ പറ്റും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരിടം കാടാണ് ഞാൻ നോക്കിയിട്ട്. അപ്പോ ഈ കാട്ടിൽ തപസ്സിന് പോയാൽ അവിടെ നിന്നുണ്ടാകുന്ന ജീവികളുടേതായ ഉപദ്രവങ്ങൾ അങ്ങേക്ക് ബാധിക്കും. കാരണം അത് അങ്ങയെ വല്ലാതെ അലട്ടും, മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതെയാകും. കാരണം ശരീരം എന്ന ചിന്തയുണ്ടാവും. ഒരു ഉറുമ്പ് കടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട ഒരു കൊതു കുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? നീ കൊത്തിക്കോ കൊതുക, ഇത് എന്റെ ശരീരമല്ല, നീ അവിടെ നിന്ന് കൊത്തിക്കോ, എനിക്കൊന്നും സംഭവിക്കില്ല പറഞ്ഞിരിക്കോ? ഉത്താവുന്നിരിക്കുമ്പോഴേ കൊടുക്കും അടി. എന്താ കാരണം? ശരീരത്തിന്റെ വേദന നമുക്ക് അനുഭവിക്കേണ്ടി വരും ഇല്ലേ? ശരീരത്തിൽ കൊതു കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ചില അവസരങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തെങ്കിലും വന്ന് കുത്തിയാൽ നമ്മൾ അറിയാറുണ്ടോ? അങ്ങനെ എന്താ കാരണം? അന്നേരം ഈ ശരീരം അവിടെ ഇല്ലേ? ഉണ്ട്. അന്നേരം എന്താ നമുക്ക് വേദന തോന്നാതെ? ഇനി വേണ്ട, നമുക്കിവിടെ താഴെ വന്നിരിക്കാൻ ബുദ്ധിമുട്ട്. എന്താ കാരണം? മുട്ടുവേദനയുണ്ട് ഇല്ലേ? നടുവേദനയുണ്ട്. ഈ വേദനകളൊക്കെ തിന്ന് ഗുളികയും കഴിച്ചോണ്ടാണ് നമ്മൾ പലരും നടക്കുന്നത് അല്ലേ? ഈ നല്ല ഉറക്കത്തിൽ ഇതൊന്നും നമ്മൾ അറിയണില്ലല്ലോ. ഉണ്ടോ? അന്നേരം ഈ സാധനമൊക്കെ ശരീരത്തിൽ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അന്നേരം എന്താ നമ്മൾ അറിയാത്ത? അല്ല, എന്നാലും പിന്നെ അല്ല, അതിന് പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ കിടന്നു. എങ്ങനെയും തുറക്കണം പറഞ്ഞ് ഒരു പെയിൻ കില്ലർ കഴിക്കണവൻ 2 പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് നമ്മൾ കിടന്നു. ഇപ്പൊ എത്ര നോക്കാനും നല്ല ഉറക്കം വന്നാൽ എന്ത് വേദനയായാലും നമ്മൾ ഉറങ്ങും. ഒരു 3 ദിവസം ഉറങ്ങാതിരുന്ന വെച്ച് എന്നാ പല്ലുവേദനയായാലും 4 ദിവസം ഉറങ്ങുമോ ഇല്ലയോ? രാവും ഉറങ്ങും ഇല്ലേ? എല്ലാ വേദനയായാലും നമ്മൾ ഉറക്കം വന്നാൽ നമ്മൾ ഉറങ്ങും. അപ്പൊ ആ ഉറക്കത്തിൽ നമുക്ക് ശരീരത്തിൽ ആ സാധനം ഇല്ലേ? ഉണ്ട്. പക്ഷെ നമ്മൾ അറിയണില്ലല്ലോ. എന്താ അത്? ആ സമയത്ത് നമുക്ക് ശരീരത്തെ കുറിച്ചുള്ള ചിന്തയോ ഞാനാണെന്നുള്ള ബോധമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ശരീരത്തെ ബാധിക്കുന്ന യാതൊരു വിധമായ വിഷയങ്ങളും നമ്മൾ അറിയണില്ല. പക്ഷെ ഉണർന്നിരിക്കുമ്പം ഞാൻ ഈ ശരീരമാണെന്നും ഞാൻ ഇനി നമ്മൾ പറയാറുണ്ട്, എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ചെല്ലി പറയാറുണ്ട്, എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കി 4 ചീത്തയെന്ന് വിളിക്കട്ടെ. മുഖത്ത് നോക്കിക്കൊണ്ട് 4 ചീത്ത വിളിച്ചാൽ എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പറഞ്ഞ് കേട്ടോണ്ടിരിക്കുവോ? അപ്പ കൊടുക്കും, കൈ നീട്ടി വരണം. എന്നിട്ട് അങ്ങോട്ട് മാറുമ്പോ എന്താ പറയും? അവൻ എന്നെ പറയുമോ ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ ശരീരത്തോട് ബാധ്യതയുള്ളപ്പോ ഞാൻ ഈ ശരീരമാണെന്ന് ബോധമുള്ളിടത്തോളം കാലം ഏതെല്ലാം പ്രാപഞ്ചികമായ വിഷയങ്ങൾ വന്നാലും അതെല്ലാം നമുക്ക് ദുരന്തങ്ങളെ ഉണ്ടാക്കി വെക്കൂ. ദുർഘടമായ ശരിക്കും മനസ്സിനുണ്ടായ സ്വസ്ഥത കൂടി ഇല്ലാതെ. അതുകൊണ്ട് അങ്ങ് വിവാഹം കഴിക്കുമ്പോ പൂർണ്ണമായും അതിൽ ആമഗ്നനാവാതെ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, സന്തതിയുണ്ടായ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും വേറുപെട്ടു പോവാനുള്ള ബോധം, ബാധ്യത നമുക്കുണ്ട്. ഒരു ഇല ഉണ്ടായി വളർന്ന് മൂത്ത് പഴുത്ത്
ആ കൊമ്പിൽ നിന്ന് എങ്ങനെയാണോ തനിയെ അടർന്നു വീഴണത്, അതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ ഉണ്ടായി, വളർന്നു, മൂത്തു, സംരക്ഷണം കൊടുക്കേണ്ടതിനൊക്കെ സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തനിയെ ആരെങ്കിലും വലിച്ചു കീറി ഇടുന്നതിന് പകരം തനിയെ അടർന്ന് മാറി നിൽക്കാനുള്ള ബോധം നമുക്കുണ്ടാവണം. അങ്ങനെ തനിയെ അടർന്നു മാറാൻ തയ്യാറാകാത്തപ്പോഴാണ് വല്ലവനും വന്ന് തോട്ടിയും കൊണ്ട്, ഞാൻ പറഞ്ഞതിന്റെ പൊരുള് പിടികിട്ടിയോ? നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മം ഒരു പിതാവ് അല്ലെ ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് നാം ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ, ആ സന്തതികളെ എത്തിക്കേണ്ടതായ ഒരു തലത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കരുത് എന്നർത്ഥം. അതിൽ നിന്ന് വിട്ടുമാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിട്ടുമാറിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് വാനപ്രസ്ഥം. എന്താ ഈ വാനപ്രസ്ഥത്തിൽ ചെയ്യുക? ഈശ്വര ഭജനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഈശ്വര ഭജനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാന്ന് മാത്രമല്ല, ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ നിന്ന് കാലക്രമേണ അകന്നകന്നകന്നകന്നകന്നു പോവാൻ കഴിയും. അതിന് വനത്തിൽ പോണ നിർബന്ധമൊന്നുമില്ല, വീട്ടിലിരുന്നാ മതി. നമ്മളിപ്പോ വീട്ടിലിരുന്ന എന്താ കുഴപ്പം? നമ്മളിപ്പോ വീട്ടിലിരുന്ന എന്താ കുഴപ്പം? നാമം ജപിക്കാൻ ഇരിക്കാന്ന് വിചാരിക്കാം. നമ്മൾ ഇരിക്കുമ്പോ എങ്ങനെയായിട്ട് ഇരിക്കുക? നമ്മൾ ഇരിക്കാറില്ല. ഉണ്ട്. നാമം ജപിക്കാൻ ഇരിക്കുമ്പോ കൊച്ചുമക്കളൊക്കെ ഉള്ള വീടാണ് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കൊച്ചുങ്ങളെയൊക്കെ പിടിച്ചടുത്തിരിക്കും. എന്നിട്ട് എല്ലാവരും വിളിച്ച് അടുത്തിരുത്തിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ നാമജപം? നരനായിങ്ങനെ ജനിച്ചു ഭൂമി, അല്ല അതാ ചൊല്ലുന്നത് വെച്ചോ. നരകാവാരി നടുവിൽ ഞാൻ നരകത്തി തന്നെ കരകേറ്റി. കാരണം ഇപ്പുറം ഇരിക്കുന്നവൻ എന്തോ ചെയ്യും? അപ്പുറം ഇരിക്കുന്നവനെ കുത്താൻ പോകുമ്പോ അവനെ അടക്കി പിടിച്ചോട് നരകത്തി തന്നെ കരകേറ്റിടണേ തിരുവൈക്കം ശിവശംഭോ. സ്വസ്ഥമായിട്ട് നാമം ജപിക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് വേണം? ഒന്നിനെയും ബാധിക്കാതിരിക്കുക, ഒന്നിനോടും ബന്ധപ്പെടാതിരിക്കുക. കൊച്ചുമക്കള് കളിക്കോ, വഴക്കുണ്ടാക്കുവോ, കഴിക്കുവോ, ചാടുവോ, എന്ത് വേണമെങ്കിലും ചെയ്തു. അപ്പൊ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും. പറയാം മരുമോളല്ലേ, മരുമോൻ അവിടെ കിടന്ന് എന്തോ വേണേലും തുള്ളിക്കോട്ടെ, എനിക്ക് യാതൊരു ബന്ധവും. എനിക്കിനി എന്റെ ഉത്തരവാദിത്വം എന്താ? ഉള്ള സമയം, ബോധമുള്ള നേരത്തെ പത്ത് നാരായണ ജപിച്ച് ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള അവസ്ഥ എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചാല് നമ്മൾ വിട്ടുകൊടുക്കും. ഇപ്പോഴും താക്കോൽ എവിടെ ആയിരിക്കുന്ന അരമാരിയുടെ? ഇപ്പോഴും താക്കോൽ എവിടെ? പൂട്ടിക്കെട്ടി അര വെച്ചോണ്ടാ പോന്നെ, അല്ലെ പേഴ്സിനകത്ത് ഇട്ടോണ്ടാ പോന്നെ, അല്ലേ? ആണോ അല്ലയോ? എന്താ കാരണം? എന്റെ കാലം കഴിഞ്ഞിട്ട് അവളങ്ങനെ നീ വേറെ കുഴപ്പമുണ്ട്. നീ പൂട്ടി താക്കോൽ എന്നാ മക്കളെ നീ കൈവച്ചോന്ന് പറഞ്ഞ് കൊടുത്താ പിന്നെ പിറ്റേ ദിവസം നമ്മളെ ആ മത്സരത്തോട് പിന്നെ അടിപ്പിക്കുകയില്ല. അവിടെ മാറി ഇരുന്നാൽ മതി. എനിക്ക് എന്റെ തന്നല്ലേ ബാക്കി നോക്കാൻ എനിക്കറിയാമെന്ന് പറയുന്ന കാലം അത് വേറെ വശമുണ്ട്. എന്തായാലും തുടർന്ന് വിദേഹ രാജാവിന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് ശ്രീ ശുക്ര ബ്രഹ്മർഷി തിരികെ വന്ന് വിവാഹം കഴിച്ചു. പീബരി എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിൽ സന്തതികളൊക്കെ ഉണ്ടായി. പക്ഷെ ഉണ്ടായി കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും തപസ്സിനായിട്ട് പോയി. പിതാവ് പറഞ്ഞിരുന്നു നീ തിരികെ ഇവിടെ വരണം. അതുകൊണ്ട് തിരികെ ചെന്ന് വിവാഹമൊക്കെ കഴിച്ചു. പിതൃവാക്കിനെ ലംഘിക്കാൻ പാടില്ല.
ധിക്കരിക്കാൻ പാടില്ല. മാതാവിന്റെയും പിതാവിന്റെയും വാക്കുകളെ ധിക്കരിക്കാൻ പാടില്ല എന്ന്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ധിക്കരിക്കപ്പെടുന്നതും അവരുടെ അല്ലേ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടമല്ലോ മക്കൾ അറിയുന്നുണ്ടോ? ഇപ്പൊ അവര് തിരിച്ചു ചോദിക്കുക, ഞങ്ങളുടെ ഇഷ്ടം എന്താ അച്ഛനും അമ്മ അറിയാത്തെ? വേറെ ചോദ്യം. എന്റെ അച്ഛനും അമ്മയാണ് എന്റെ മനസ്സറിയണ്ടേ, എന്നാൽ ഈ മക്കള് അച്ഛന്റെ അമ്മയുടെ മനസ്സറിയണ്ടേ? പരസ്പരം ആരും ആരെയും അറിയുന്നില്ല എന്നുള്ളതാ സത്യം. എന്തായാലും വിവാഹം കഴിച്ചു. തുടർന്ന് അദ്ദേഹം സത്യതകളൊക്കെ ഉണ്ടായി. എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തപസ്സാചരിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തീരുന്നത്. അപ്പൊ നമ്മളും ഇന്നു മുതൽ ഇനി എന്തോ ചെയ്തോളുക? നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നെങ്കിൽ നമ്മൾ ഇന്നു മുതൽ ഇനി എന്തോ ചെയ്തോളുക? എന്തോ ചെയ്തോളുക? ഭഗവാനെ എങ്ങനെ സ്മരിക്കണം? രാമ 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 രാമ. കൊച്ച അവിടെ അടങ്ങിയിരിക്കാനോ പറഞ്ഞത്? എങ്ങനെയാണോ? അല്ല, രാമനെ വിളിക്കുമ്പോൾ രാമനിൽ മാത്രമായിരിക്കണം നമ്മുടെ. ബാക്കി ഒന്നിലും ഇടപെടാൻ പോവാതിരിക്കുകയാണെങ്കിൽ സുഖത. ഞാൻ അതാ ഇന്നലെ പറഞ്ഞ്, വീട്ടിൽ മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിനും ഇടപെടാൻ പോകരുത്. പറയാറുണ്ട് 60 കഴിഞ്ഞാൽ പിന്നെ മക്കളെ നിയന്ത്രിക്കാൻ പോകരുത്. ആര്? അച്ഛനമ്മമാര്. അവർക്ക് 60 വയസ്സിൽ മക്കൾ ഏതാണ്ട് ഒരു 10, 30, 25, 30 വയസ്സായ പിന്നെ അവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോലും. അമ്മേ അത് എങ്ങനെ ചെയ്യട്ടെ? മക്കളുടെ ഇഷ്ടം പോലെ. അത് എന്തു പറയാ, ഇഷ്ടം പോലെ ഇതല്ല, നല്ലത് ഏതെന്ന് വെച്ചാൽ നോക്കിക്കണ്ട് ചെയ്തോളാം. നമ്മളൊരു അഭിപ്രായം പറയാൻ പോകരുത്. പോയാൽ നേരെ വിപരീതമേ അവർ ചെയ്യും. എല്ലാം കിട്ടിയ സന്തോഷത്തോടെ മേടിച്ച് കഴിച്ചോണ്ടൊരു മൂലിക്കുന്നുണ്ടോ? ഒന്നും കിട്ടിയില്ലല്ലോ, ഇന്ന് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഇന്നൊരു നേരത്തെ ആഹാരം ഒരിക്കലാന്ന് പറഞ്ഞ അവിടെ ഒരു മിണ്ടാതിരുന്നത് ആരാണ് അരിച്ചുകൊടുക്കുക. ഒന്നും കുറ്റം പറയാൻ പോകരുത്, ഒന്നും ഉപദേശിക്കാനും പോകരുത്, ഒന്നിലും ഇടപെടാതിരിക്കാമോ? ശാന്ത സ്വസ്ഥം ഗൃഹഭരണം എന്ന് പറഞ്ഞ് സുഖമായിട്ടിരുന്ന നാരായണ. അനി അതിന് പറ്റാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അപ്പോഴേ ഏത് വേണം തീരുമാനിക്കേണ്ടത് ആരാ? നമ്മളാ. ഇപ്പൊ ചിന്തിച്ചിടത്തോളം ഏതാ നല്ലത്? പോകുന്നതാണോ ഇരിക്കുന്നതാണോ നല്ലത്? യോഗ്യമാരായിട്ട് ആലോചിച്ച് ചെയ്യുക. എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. ബാക്കി നാളെ